समापादु सरस्वती भगवती निःशेषजाड्यापहा. DK ഡാൻസ് കമ്പനിയുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ലൈറ്റിംഗ് സെറിമണിയാണ്. നമ്മുടെ ഗസ്റ്റുകളായിട്ടുള്ള സരയു, നമുക്ക് ലൈറ്റിംഗ് സെറിമണിയിലേക്ക് ഇറങ്ങാം അല്ലേ? ഓക്കെ. അജിത് സർ, ധനേഷ് സർ, പ്രജിത് സർ, അനഘ മാം, വിഷ്ണു, എല്ലാവരും ചേർന്ന് നമ്മുടെ DK ഡാൻസ് കമ്പനി 10th ആനിവേഴ്സറി സെലിബ്രേഷൻ സെറിമണിക്ക് ലൈറ്റിംഗ് കൊടുത്താണ്, ദീപം കത്തിച്ചുകൊണ്ട് നമ്മുടെ 10 വർഷത്തിൻ്റെ ഇതാണ്, മുന്നേറ്റമാണ്. 10 വർഷമാണ് DK ഡാൻസ് കമ്പനി 10 വർഷമായിട്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ മണ്ണിൽ അതിഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച് 10 വർഷം എന്ന് പറയുന്നത് വലിയൊരു സ്റ്റോറിയാണ് അല്ലേ? അപ്പോൾ ആ ഒരു 10 വർഷത്തിൽ നിന്ന് 11ാമത്തെ വർഷത്തിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിമനോഹരമായ ഒരു യാത്ര തന്നെ ആവട്ടെ DK ഡാൻസ് കമ്പനിയുടേതെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് സരയു മോഹനെ വെൽക്കം ചെയ്യാം. സരയു മാം, അജിത് സാർ, ധനേഷ് സാർ, പ്രജിത് സാർ, അനഘ മാം, വിഷ്ണു സാർ. യെസ്, നമ്മുടെ 11ാം വർഷം അതിഗംഭീരമായ തുടക്കത്തോട് കൂടിയതാ. നമ്മുടെ ദീപം കത്തിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഈവനിങ്ങിൽ അതിമനോഹരമായൊരു മുന്നേറ്റം തന്നെ ആവട്ടെ. നെക്സ്റ്റ് ഇയറിൽ ഇതിലും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ DK ഡാൻസ് കമ്പനിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു സായാഹ്നം നമുക്ക് വേണ്ടി പങ്കുവച്ച സരയനോടും എല്ലാവരോടും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമാവാം. കൂടാതെ DK ഡാൻസ് കമ്പനിയുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷനിൽ DK ഡാൻസ് കമ്പനി സ്റ്റുഡൻസിനും അവരുടെ ഫാമിലിക്കും നമ്മൾ വിളിച്ച എല്ലാ ഗസ്റ്റിനും നമ്മൾ ഈ മൊമെൻറ്റിൽ നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും നിങ്ങളുടെ കൂടെയുള്ള ഈ ഒരു ഒത്തുചേരലും കൊണ്ടാണ് നമുക്ക് ഈ ഒരു 10 വർഷം ഇവിടെ ഒത്തുചേരാൻ പറ്റിയത്. 10 വർഷത്തെ ഒരു ഇതാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 11ാമത്തെ വർഷത്തിലേക്കാണ് ഇതാ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷം വളരെ സന്തോഷമാണ്. ഈ ഒരു ഈവനിങ്. Good evening, ladies and gentlemen. A very hearty welcome to all of you. നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത് DK ഡാൻസ് കമ്പനിയുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? 2015 2 ചെറുപ്പക്കാർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു ഡാൻസ് സ്കൂളാണ് DK ഡാൻസ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം. അന്ന് ആ 2 പേര് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 10 വർഷം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. പക്ഷേ നമ്മൾ 10 വർഷം 5 ബ്രാഞ്ചുകളായി നമ്മളിവിടെ നിന്ന് എത്തിയിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി അതെല്ലാ പാരൻസും സ്റ്റുഡൻസിൻ്റെയും എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ആ 2 ചെറുപ്പക്കാർക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ പറ്റിയത്. സോ ഫസ്റ്റ് ഞാൻ അവരെയാണ് ആദ്യം താങ്ക്സ് പറയുന്നത്. ഈവൻ ദോ എന്നെ വെൽക്കമിനാണ് വിളിച്ചതെങ്കിലും താങ്ക്സ് ആണ് ആദ്യം ഞാൻ പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു മൈ ഡ്യൂട്ടി. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയ പ്രമുഖ നടിയും ഡാൻസറുമായ സരയു മോഹൻ മാമിനെ ഞാൻ DK ഡാൻസ് കമ്പനിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ആയി എത്തിയിരിക്കുന്ന KA അജിത് കുമാർ സർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ്, കോഴിക്കോട്. സാറിനെയും ഞാൻ DK ഡാൻസ് കമ്പനിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ DK ഡാൻസ് കമ്പനിയുടെ നടും തൂണായ നമ്മുടെ സാർ ധനേഷ് കൃഷ്ണനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ വേറൊരു സാറാണ്, നമ്മുടെ സ്വന്തം സാർ പ്രജിത് മാസ്റ്ററിനെയാണ് ഞാൻ DK ഡാൻസ് കമ്പനിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി നമ്മുടെ ഒരു കുഞ്ഞു കലാകാരൻ, ഒരു ചെറിയൊരു ആക്ടറും കൂടിയാണ്, വിഷ്ണു സാറിനെയാണ് ഞാൻ DK ഡാൻസ് കമ്പനിയുടെ പേരിൽ എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ സ്വന്തം സ്റ്റുഡൻസ്, പാരൻസ്, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ DK ഡാൻസ് കമ്പനിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി നമ്മുടെ സാർ ധനേഷ് കൃഷ്ണൻ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും എൻ്റെ സ്റ്റുഡൻസും മറ്റ് സുഹൃത്തുക്കളും നല്ലവരായ പാരൻസിനും എല്ലാവർക്കും എൻ്റെ വിധമായ നമസ്കാരം.
ഈ ഒരു 10 വർഷത്തെ ഒരു നീണ്ട ഇങ്ങനെ ഒരു കാലയളവ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക അനുഭവങ്ങളാണ്. നമ്മളിപ്പോൾ ഡാൻസ് പഠിപ്പിക്കുക, നിങ്ങൾ വന്ന് കളിച്ചു പോവുക എന്നുള്ളതിന് ഉപരി അതിനകത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതാണ് നമുക്ക് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ പറയുക മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണേണ്ടി വരും. സോ നമ്മൾ വന്ന വഴി പ്രത്യേകിച്ചും അതെപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും, എന്നിരുന്നാലും നമ്മളത് കാണും. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ ശ്രദ്ധിക്കുക. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയ നിലയിലേക്കൊക്കെ പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാലും അവർ വിചാരിക്കുന്നത് അത് നമ്മൾ വലിയ ആളായിട്ടുണ്ട്, അങ്ങനെ അവരെ നോക്കുന്നില്ല. സോ അങ്ങനെ ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മനസ്സിനുള്ളിലുള്ളതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ വെക്കുന്നുള്ളൂ. കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കുക എന്നുള്ളതും എടുത്തു വെക്കേണ്ടത് എന്താണോ അത് എടുത്തു വെക്കാനുള്ള ഇതാണ് ഞാനിപ്പോഴും കീപ്പ് ചെയ്യാറ്. അധികം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അതായത് പ്രവൃത്തിയിൽ എന്താണോ വരുന്നത് അതാണ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ചെറിയൊരു എൻ്റെ കഥയുടെ ചെറിയൊരു കാര്യം പറയാം. വലിയ മോട്ടിവേഷനാണ്. എന്നിരുന്നാലും ഞാനിപ്പോൾ ഈ 10 വർഷം ഈ ഡാൻസ് കൊണ്ടുപോയ ഈ ഒരു സമയം, അതായത് എൻ്റെ 10 വയസ്സിൽ ഈ ഡാൻസ് എന്ന് പറഞ്ഞ സമയം എന്താ ഒരു ഡാൻസ് ക്ലാസ്, നല്ലൊരു ഡാൻസ് ക്ലാസ്സിൽ പോലും ഞാൻ പോയിട്ടില്ല. ഒരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് എനിക്ക് എത്താനുള്ള ചാൻസ് എന്ന് പറയുന്നതൊക്കെ വളരെ എൻ്റെ ഒരു ജോലിയുടെ ഒരു ഭാഗമൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. അതായത് അതിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ജോലികൾക്കൊക്കെ പോവുകയാണെങ്കിലും അതിൻ്റെ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങിയത്. അതൊരു പ്രൊഫഷണലായിട്ടുള്ള ഡാൻസ് ക്ലാസ്സിലേക്ക് വരുന്നത്. സോ അവിടെ മുതലാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പം എൻ്റെ സിറ്റുവേഷൻസും അത് തന്നെയാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നോർമൽ ചെറിയ സാധാരണ കുടുംബമാണ്. അപ്പോൾ അധികം പറയാനില്ല. അവരുടെ സപ്പോർട്ടിങ്ങും ഒരു പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴും എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫാമിലി എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്കൊരു സപ്പോർട്ടിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം അവർക്ക് അതിൻ്റെ ഫീൽ ഉണ്ടെന്ന് അറിയില്ല. എന്നാലും പറയാണ്, ഡാൻസ് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ചെയ്ത സമയത്ത് പോലും ഫീസ് അടയ്ക്കാനില്ലാതെ ഡാൻസ് നിർത്തിയ ഒരാളാണ് ഈ ഞാൻ. ഓക്കെ, എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡാൻസ് നിർത്തി പോയതാണ്. പിന്നീട് സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കളി കൊണ്ടൊക്കെ ആയിരിക്കണം പിന്നീട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. സോ അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ നിർത്തിയ ഒരാളാണ്. എന്നിരുന്നാലും എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയ ഒരാളാണ്. ഇപ്പോൾ വർക്കിനൊക്കെ വേറെ വർക്കിനൊക്കെ പോയാലും നമുക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അത് ചെയ്യണമെന്ന് അതേ രീതിയിൽ പോയതാണ്. സോ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ക്ഷമ വേണം. തീർച്ചയായിട്ടും ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എന്തായാലും എത്തിപ്പിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവിടേക്ക് എത്തുക എന്നുള്ളത്. ഓക്കെ, അത് ഇപ്പോൾ എത്രത്തോളം നേരിട്ട് പറയുന്നത് എനിക്കറിയില്ല. എന്നിരുന്നാലും ഏതൊരു കുട്ടിക്കും DK ഡാൻസ് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കാര്യം നിർബന്ധമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞാൽ മറ്റു കുട്ടികളെ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളിൽ അത് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് തീരെ ഡാൻസ് അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കും. പക്ഷേ പഠിക്കുന്ന സമയത്തോ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് ക്ഷമ വേണം. ഓക്കെ, അത് മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ചെയ്യരുത്. നിങ്ങളതായിട്ടുള്ള ഇഷ്ടത്തിന് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെ ക്ലാസ്സിൽ ഒന്നും അറിയാത്ത ഒരാൾ വന്നാൽ പോലും 1 വർഷം കൊണ്ട് ഒരു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പാരൻ്റ് ആണെങ്കിലും മറ്റാരാണെങ്കിലും തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഡാൻസിൻ്റെ നമുക്ക് എന്താണ് ഡാൻസ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പഠനം തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇത് DK ഡാൻസ് കമ്പനിയിൽ വന്ന ആരെങ്കിലും ഇവിടെ, അതായത് 1 ഇയർ ആയിട്ട് പഠിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഏത് കുട്ടി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഒരു 1 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ഇത് തീർച്ചയായിട്ടും നിങ്ങളെ, ഞാനിപ്പോൾ പാരൻ്റ് ആണെങ്കിലും ഒരു പുതിയ ആളാണെങ്കിലും പറയുന്നത് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, സ്വഭാവ ഗുണം അതേപോലെ തന്നെ നമുക്ക് മുഖ്യമാണ്. നമുക്കറിയാം ഡാൻസ് പഠിക്കുക എന്ന് മാത്രമല്ല, അതിനകത്ത് മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ സ്വഭാവ ഗുണം എപ്പോഴും കറക്റ്റായിരിക്കണം. നമ്മൾ എത്ര വലിയ കലാകാരന്മാരായെങ്കിലും നിങ്ങളുടെ പെരുമാറ്റ രീതി കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും അംഗീകരിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടായിരിക്കണം.
ഡാൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അതെന്നെ കൊണ്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളെ DK ഡാൻസ് ക്ലബ്ബില്ല, വരും തലമുറയില്ല, മാഷിമാർക്കൊണ്ടോ അല്ലെങ്കിൽ ഈ പഠിക്കുന്ന സ്റ്റുഡൻസ് കൊണ്ടോ നമുക്ക് നടക്കാവുന്ന കാര്യങ്ങൾ. പക്ഷേ സ്വഭാവം എന്ന് പറയുന്നതൊക്കെ നമ്മളെ നാച്ചുറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ പേരൻസിൽ നിന്നൊക്കെ കിട്ടുന്നതും അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കലാകാരനായിട്ട് നിങ്ങൾക്ക് ഈ ഡാൻസ് ഫീൽഡിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു. ബഹുമാന്യനായ അജിത് സർ, DKയുടെ എല്ലാമായ നരേഷ് സർ, പ്രജിത് സർ, വിഷ്ണു സർ, അനഘ, എത്തിച്ചേർന്നിട്ടുള്ള പാരൻസ്, എൻ്റെ കൊച്ചു കൂട്ടുകാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഒരു ഡാൻസ് സ്കൂൾ ആനിവേഴ്സറിക്കുള്ള ഇൻവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് വളരെ ചെറിയ ഒരു ഫങ്ഷൻ ആയിരിക്കുമെന്നാണ്. പക്ഷെ നിങ്ങൾ ഞെട്ടിച്ചു DK. എന്താണിത്? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആനിവേഴ്സറിയോ? ഞാനത് എടുത്തെടുത്ത് ചോദിച്ചു, വൈകുന്നേരം വരെ പെർഫോമൻസുകളോ? രാവിലെ മുതൽ കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ടോ? എന്താണിത്? അടിപൊളി. അപ്പം എന്തായാലും ആദ്യം തന്നെ ധനേഷ് സാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള DK ഫാമിലി ആയിട്ടുള്ള കുട്ടികൾക്കും ഡാൻസേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 2 കാര്യത്തിനാണ്. ഒന്ന്, നൃത്തം പഠിക്കുക എന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തതിന്. 2, അതിന് ഏറ്റവും റൈറ്റ് പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്തു എന്നുള്ളത്. 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, പാഷൻ പഠിക്കണം എന്നുള്ളത് ഒരു പക്ഷേ കൊച്ചുകൂട്ടുകാരെയൊക്കെ പാരൻസിൻ്റെ ഒരു ആഗ്രഹപ്രകാരമായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്നവർ എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നൃത്തം പഠിക്കുന്നു എന്നുള്ളത് ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാണ്. അത് റൈറ്റ് പ്ലേസിൽ പഠിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ വരുമ്പോൾ എന്താ സംസാരിക്കുക എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ നോക്കുമ്പോൾ മുന്നേ വന്നത് സുരഭി, അവളാണെങ്കിൽ അസലായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആള്. പിന്നെ ഞാൻ നോക്കിയിട്ട് ധനേഷ് മോട്ടിവേഷണൽ സ്പീക്കറിൻ്റെ മാതിരി ക്ലാസ് ഒക്കെ എടുക്കുന്നു. പിന്നെ എന്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ധനേഷ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുഞ്ഞില് ഏകദേശം ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം സ്കൂളിൽ ഡാൻസിന് ചേരണം. അന്ന് ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല, സത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഉടുപ്പൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിന് പറ്റില്ല ഡാൻസിന് ചേരണം എന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ കൊണ്ടത് പറ്റിയില്ല. ചിലപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഒന്ന്, 45 രൂപ അന്ന് കൊടുക്കണമായിരുന്നു ആ ഗ്രൂപ്പ് ഡാൻസിൽ ചേരാനായിട്ട്. അത് സാധിച്ചില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അച്ഛനത് തരപ്പെടുത്തി ജോയിൻ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഓൺലൈൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഇനി നാളെ ഇതൊക്കെ എന്ത് തലക്കെട്ടിലാണ് വരിക എന്ന് എനിക്കറിയില്ല. കൊച്ചുകുട്ടിയിൽ കരപ്പെന്ന് പറഞ്ഞിട്ട് അസുഖം വരും. അപ്പോൾ കുഞ്ഞിലെ എനിക്കിത് വന്നിട്ട് കാലിലും കയ്യിലും ഒക്കെ പാടുകളായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് ആ ഡാൻസ് ടീച്ചർ പറഞ്ഞു, ഈ കുട്ടിയുടെ ഈ കൈയും കാലും വെച്ചിട്ട് ഡാൻസിൽ ചേരാൻ പറ്റില്ല. സത്യസന്ധമായിട്ട് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെയും അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഡാൻസ് ടീച്ചർ അന്ന് പറഞ്ഞ വാക്കുകളാണ്. അന്ന് എനിക്ക് ഡാൻസിനോട് വലിയ പാഷനൊന്നുമില്ല. എൻ്റെ ആഗ്രഹം ഈ ഉടുപ്പൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്റ്റേജിൽ ഒന്ന് ഗ്രൂപ്പ് ഡാൻസിൽ കയറണം എന്നുള്ളതായിരുന്നു. നടന്നില്ല. ആ വർഷം എന്നെ സ്റ്റേജിൽ കയറ്റിയില്ല. അവിടെ നിന്നാണ് എനിക്ക് ഡാൻസ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വരുന്നത്. ഡാൻസിനോടുള്ള പാഷനിൽ നിന്നല്ല, ആ ഒരു വേദനയിൽ നിന്നാണ് ഡാൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ തുടങ്ങുന്നത്. പിന്നെ ഞാൻ പോയി ജോയിൻ ചെയ്ത ഒരു ഡാൻസ് സ്കൂളുണ്ട്. അവിടെ നിന്നാണ് ആ ടീച്ചറാണ് എൻ്റെ കഴിവുകൾ കണ്ടെടുത്ത് ഡാൻസിലേക്ക് എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചർ എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ടും ഒരു റൈറ്റ് പ്ലേസിൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അതാണ് ഞാനിവിടെ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. നൃത്തം പഠിച്ചതുകൊണ്ട് ഒരാളും വഴിതെറ്റിയിട്ടില്ല. നൃത്തം കല കൂടെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആ മേഖലയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് ഒരാളും മോശമായിട്ടുള്ള പാതയിലേക്ക് പോയിട്ടില്ല. ഒരു പക്ഷേ നൃത്തം അല്ലെങ്കിൽ ഇത്തരം വേദികൾ കൊണ്ടുവരുന്ന അംഗീകാരങ്ങൾ നമ്മളെ മാറ്റിയേക്കാം. അത്തരം മാറ്റങ്ങളിലേക്ക് പോവാതെ കൂടുതൽ വേദികൾ മാത്രം നമ്മുടെ ലഹരിയായിട്ട് കൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മളുടെ കലാകാരന്മാർ, നമ്മുടെ കലാകാരികൾ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം മാത്രം നമ്മുടെ കുഞ്ഞുമക്കളെ എപ്പോഴും ഓർമ്മിപ്പിക്കാനായിട്ട് പാരൻസിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും പണ്ടൊക്കെ ഞാനിങ്ങനെ പ്രോഗ്രാംസിന് പോകുമ്പോൾ എല്ലാവരോടും പറയുന്നത് കോമ്പറ്റീഷൻസ് ആവരുത് നമ്മുടെ ശ്രദ്ധ എന്നുള്ളത്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ആഡ് ഓൺ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. റീൽസിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമാവരുത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും റീൽസ് ചെയ്യാറുണ്ട്, ഞാനും റീൽസ് ചെയ്യാറുണ്ട്. DK നമ്മുടെ കമ്പനി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേജിലും നമ്മൾ റീൽസ് ചെയ്യാറുണ്ട്.
പക്ഷേ ഒരു സ്റ്റേജ് നൽകുന്ന വില അല്ലെങ്കിൽ ഒരു സ്റ്റേജ് നൽകുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു റീലിലും തരാൻ സാധിക്കില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസിൽ നിന്ന് ഒരു ഹുക്ക് സ്റ്റെപ്പ് നമ്മൾ കണ്ട് പഠിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാരെ ഷൂട്ട് ചെയ്ത് എത്ര ടേക്സ് വേണമെങ്കിലും എടുത്ത് നമ്മളിട്ട് എവിടെയോ ഇരിക്കുന്ന ആരൊക്കെയോ 2-3 ലൈക്ക് തരുമ്പോൾ നമ്മളതിൽ ആനന്ദം കൊള്ളുകയാണ്. എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നമ്മൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഒരു നൃത്തം പഠിച്ച് വീണ്ടും വീണ്ടും റിഹേഴ്സൽ ചെയ്ത് ബാക്ക് സ്റ്റേജിലെ ടെൻഷൻ അനുഭവിച്ച് അതിൻ്റെ കൃത്യമായ ഡ്രസ്സും കോസ്റ്റ്യൂമോട് കൂടി ഈ ലൈറ്റിൽ ഒരു സ്റ്റേജിൽ വന്ന് നിന്ന് പെർഫോം ചെയ്ത് ലൈവായിട്ട് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നൽകുന്നത് അത്ര വേറെ ഒന്നുമില്ല. സോ ടേക്ക് യുവർ സ്റ്റേജസ് സീരിയസ്ലി. സ്റ്റേജിൽ വിട്ടുകളയരുത്. ഒരു പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു വേദിക്കായിട്ട് കൊതിക്കും. ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മുന്നിലുള്ള അവസരങ്ങളിൽ നിങ്ങളുടെ വേദികൾ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് സന്തോഷമുള്ളൊരു അവധി ദിവസം പാരൻസും എല്ലാവരും ഉൾപ്പെടെ ഒരു പക്ഷേ ഫോണിന് മുമ്പിലൊക്കെ ചെലവഴിക്കാവുന്ന ഒരു ദിവസം ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ കൂടെ ഒത്തുചേർന്നതിൽ നൃത്തം കല എന്താണോ നമ്മുടെ കൂടെയുള്ളത് അതാവട്ടെ നമ്മുടെ ലഹരി എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നൃത്തമാവട്ടെ ലഹരി, കലയാവട്ടെ ലഹരി, നല്ല സൗഹൃദങ്ങളാവട്ടെ നമ്മുടെ ലഹരി എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബമാവട്ടെ നമ്മുടെ ലഹരി. ഈ ലഹരികൾക്ക് അടിമപ്പെട്ട് പോയാൽ നിങ്ങൾ തിരിച്ചു വരില്ല, അതുറപ്പാണ്. മറ്റൊരു ലഹരി നിങ്ങൾ തേടി പോവുകയുമില്ല. കൊച്ചു കൂട്ടുകാരെല്ലാവരും നമ്മുടെ കുടുംബങ്ങളോടും സൗഹൃദങ്ങളോടും ഒക്കെ ഏറ്റവും അടുത്ത് നിൽക്കട്ടെ. കല എന്താണോ ഉള്ളത്, ചിലപ്പോൾ നൃത്തമായിരിക്കില്ല, അവർക്ക് വരയ്ക്കാനുള്ള ഒരു താല്പര്യമായിരിക്കാം, പാട്ട് പാടാനുള്ള ഒരു കഴിവായിരിക്കാം, എന്താണോ അതിനോട് ഏറ്റവും ചേർത്ത് നിർത്താനായിട്ട് പാരൻസ് ശ്രദ്ധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും അധികം കുട്ടികളൊക്കെ പെർഫോം ചെയ്ത് ഒരു ഡാൻസ് സ്കൂൾ അതിൻ്റെ 10th ആനിവേഴ്സറി ഇത്രയും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഒരിക്കൽ കൂടി ഇത്തരമൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, നൃത്തം കല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യുദ്ധത്തിന് വഴിതെളിക്കില്ല എങ്കിലും ദ ആർട്ട് ഇറ്റ്സെൽഫ് ഇസ് എ വാർ. നമ്മളോട് തന്നെയുള്ള ഒരു ബാറ്റിൽ ഫീൽഡാണ് ആർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ബെറ്റർ ആക്കാൻ, വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ, നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ നിലപാടുകൾ പറയാനുള്ള ഒരു മീഡിയം കൂടിയാണ് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ടിലൂടെ അതുപോലെ തന്നെ അത്രയും ഭംഗിയായിട്ട് വേറെ ഒരു വീഡിയോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാറില്ല. സോ അതിനുള്ള മീഡിയമായിട്ട് കൂടെ കുറച്ചുകൂടെ വലിയ തലത്തിലേക്ക് എത്തുമ്പോൾ നൃത്തത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചതിൽ. ഒരുപാട് അമ്മമാരെ കാണാൻ സാധിക്കുന്നുണ്ട്. മദേഴ്സ് ഡേ ആണ്. ഒരു പക്ഷേ അവരുടെ സ്വപ്നമോ അവരുടെ നടക്കാതെ പോയ സ്വപ്നമോ അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചുമക്കൾ ആദ്യം വന്ന ആഗ്രഹം പറഞ്ഞ അമ്മമാരോ അച്ഛന്മാരെ കൊണ്ട് സമ്മതിപ്പിച്ച അമ്മമാരോ ഒക്കെയാണ് മുമ്പിലുള്ളത്. എല്ലാവർക്കും ഹൃദ്യമായ മദേഴ്സ് ഡേ ആശംസകൾ അറിയിക്കുകയാണ്. എന്നും അവരുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ ഉണ്ടാവട്ടെ. ആ ഒരു കൈ അല്ലെങ്കിൽ മുന്നിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ള ധൈര്യം തരുന്ന ഒരു വലിയ ശക്തി തന്നെയാണ്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ. ധനേഷ് കൃഷ്ണയ്ക്കും ടീമിനും എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. 10th വർഷം ആനിവേഴ്സറിക്ക് 11th കിടക്കുകയാണ്. അതായത് ശൈശവത്തിൻ്റെ ചാബല്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാല്യത്തിൻ്റെ കുസൃതികളൊക്കെ കഴിഞ്ഞ് ഇപ്പം മുതിർന്നു. ഡിക്ക് ഇപ്പം മുതിർത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇതേപോലെ തന്നെ ഏറ്റവും ഊർജ്ജത്തോടുകൂടി ഏറ്റവും ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഡിക്കും സാധിക്കട്ടെ. ഒരുപാട് ആനിവേഴ്സറികൾ ഏറ്റവും ഗംഭീരമായിട്ട് കൊണ്ടാടാനും സാധിക്കട്ടെ. ഇങ്ങനെ ഒരു വലിയ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ എളിയ കലാകാരിയെ ക്ഷണിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. വൺസ് അഗൈൻ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നൃത്തമാവട്ടെ, കലയാവട്ടെ നമ്മുടെ ലഹരി, സൗഹൃദങ്ങളാവട്ടെ ലഹരി, കുടുംബമാവട്ടെ ലഹരി. ആ ഒരു ലഹരിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. ഒന്നിച്ച് നല്ലൊരു സമൂഹമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് ഈവനിങ്. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിത്വം കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. സാറും ഒരു കലാകാരനാണ്, കലയെ സ്നേഹിക്കുന്ന ആളാണ്. നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് കെ അജിസാർ നമുക്ക് രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന സരയു മാഡത്തിൻ്റെ കൂടെ ഇത്തരം ഒരു വേദി പങ്കിടാൻ എനിക്ക് അവസരം നൽകിയ ധനേഷ് കൃഷ്ണനോട് ആദ്യമായിട്ട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു.
മാഡത്തിനെ പിന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനിപ്പോൾ സിറ്റി ട്രാഫിക്കിലെ SI ആണ്. ഒരു 10 ദിവസം മുന്നെയാണ് ഞാൻ ധനേഷ് എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തത്. അതിനിടയ്ക്ക് 2 ട്രാൻസ്ഫർ വന്നു. ഒന്ന് വെള്ളയിലേക്ക് പോയി, ഇപ്പം വീണ്ടും വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പ്രസംഗം കേട്ട് നിൽക്കുന്ന നിങ്ങളെ ഞാൻ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല. മാഡത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. കലയാവട്ടെ ലഹരി. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരന്നിരിക്കുകയാണ്. അതോടൊപ്പം ജനങ്ങളും. മാഡം വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്നും പറയാനില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മാഡം പറഞ്ഞ വാക്കുകൾ തന്നെ. കലയാവട്ടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒന്നായിട്ടുണ്ടാവണം. പോലീസിനെ സഹായിക്കണം. പഴയ പോലീസൊന്നുമല്ല. ഇപ്പോൾ പോലീസുകാരെ കണ്ടാൽ എല്ലാവരും പേടിച്ച് വിടുന്ന കാലമൊക്കെ പോയി. ഇപ്പം നിങ്ങളുടെ കൂടെയുണ്ട്. അത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവരോടും, സദസ്സിലുള്ള എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. 2 സ്റ്റെപ്പ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് സോങ് വെച്ചാൽ ആർക്കാണ് സരയിലൂടെ ഒരു ഡാൻസ് ചെയ്യുമ്പോൾ അടിപൊളി പെർഫോം കാഴ്ച ഒരുപാട് പേരുണ്ട്. ആരെങ്കിലും പെട്ടെന്ന് സ്റ്റേജിലേക്കാണ് നമുക്ക് പാട്ട് പെട്ടെന്ന് പ്ലേ ചെയ്യാം. അപ്പൊ സരയിലൂടെ നമുക്ക് ഡാൻസ് നമുക്ക് എല്ലാവർക്കും ഇത്രയും നേരം നമ്മൾ എല്ലാവരും പെർഫോമൻസ് കണ്ടു. അപ്പൊ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട പറഞ്ഞായിട്ട് നമുക്ക് മോശമല്ലേ? പെട്ടെന്ന് വാ. ആരാണ്? ഏത് സോങ്ങാലും കുഴപ്പമില്ല അല്ലേ? യെസ്, നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങിനെ പ്ലേ ചെയ്യാം. നമുക്ക് കാണാം. ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിലൊന്നും പോലെ വെരി സർ അമ്മാവിന്റെ കയ്യടി കൊടുക്കാം നമുക്ക്. സൂപ്പർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഓ ഉറപ്പാണോ?
ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മൈക്ക് കാണുമ്പോൾ ഭയങ്കര നെർവസാണ്. എനിക്കിവിടെ തന്നൊരു കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 10 വർഷത്തെ കഥ പറയാമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് 10 വർഷത്തെ അല്ല, ഒരു 13 വർഷത്തെ കഥ പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ധനേശ്വരനെ അന്വേഷിച്ചാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ വേറൊരു ക്ലാസ്സിലായിരുന്നു. ആ സമയത്ത് എല്ലാവരെ പോലെ തന്നെ ഞാൻ കൗമാരപ്രായമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെറും ഞാൻ ഫുട്ബോൾ കളിച്ചൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. എവിടെ ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും രാവിലെ ആണെങ്കിലും എപ്പോഴും ഫുട്ബോൾ. ആ സമയത്താണ് ഞാൻ ധനേശ്വരനൊക്കെ ഒരു വേറെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റാതെയാവും. കാരണം വൈകുന്നേരങ്ങളിലാണ് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവുക. പിന്നെ ധനേശ്വരൻ്റെ വണ്ടി ആ സമയത്തും എനിക്ക് തോന്നുന്നത് എക്സി ആണ്. അപ്പോൾ വണ്ടീൻ്റെ സൗണ്ട് ദൂരത്ത് കേൾക്കുമ്പോഴേ എനിക്ക് വയലിന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇറങ്ങി ഓടി തോട്ടിൻ്റെ അവിടെ ഒളിച്ചു പ്രാക്ടീസിന് പോകാൻ പഠിച്ചിട്ട്. കാരണം ആ സമയത്ത് ഫുട്ബോൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട്. ഞങ്ങൾ പിന്നെ ബീച്ചിലാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വെച്ചത്. ഞങ്ങൾക്ക് ആ സമയത്ത് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ആ സമയത്ത് ആഷിഖ്, അതേപോലെ ഇപ്പോൾ നമ്മളെ കൂടെയല്ല, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താണ്. ബിന്ദു, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. സന്ദീപ്, സുമൽ, പേരാരും വിട്ടുപോയിട്ടുണ്ടല്ലോ, ക്ഷമിക്കണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും ഞങ്ങൾ ബീച്ചിൽ നിന്നാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അങ്ങനെ ആ ഒരു വിഷമം കണ്ട് ഞങ്ങളെ കൂടെയുള്ള ഞങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങളൊരു സാറാണ്, അബിയുടെ പാരൻസിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾക്കൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു പണ്ടത്തെ ഒരു ഹോട്ടലായിരുന്നു അത് ഞങ്ങൾ തട്ടി ഒരു ഫുള്ള് ഇതാക്കി മെല്ലെ, എല്ലാം പെട്ടെന്നല്ല, എല്ലാം പതുക്കെയായിരുന്നു ഞങ്ങളെ കാര്യങ്ങളൊക്കെ. ആ ഹോട്ടലെല്ലാം റെഡിയാക്കി ഒരു ക്ലാസ് പോലെയാക്കി. കുണ്ടൂപ്പറമ്പാണ് ക്ലാസ്. ബീനേച്ചി ഇവിടെ എവിടെയോ ഉണ്ട്, ബീനേച്ചി, ബായേട്ടൻ, അവരൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ തുടങ്ങിയതാണ് കുണ്ടൂപ്പറമ്പ് ക്ലാസ്. പിന്നെ ഞങ്ങൾ മെല്ലെ വെസ്റ്റിയിലൊരു ക്ലാസ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് ബാലുശ്ശേരിയിലൊരു ക്ലാസ് ഇട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പന്തിരങ്കാവ് ഒരു ക്ലാസ് ഇട്ടു ഞങ്ങൾ. പിന്നെ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട ഒരു ഇഷ്യൂ കാരണം ഞങ്ങൾ പിന്നെ പന്തിരങ്കാവ് മെല്ലെ ഒഴിവാക്കി. പിന്നെ നമ്മളെ കോട്ടൂളി ക്ലാസ് ഇട്ടു. പിന്നെ ലാസ്റ്റ് ഞങ്ങളിപ്പോൾ ചെറുവറ്റയാണ് ക്ലാസ് ഇട്ടത്. ഇപ്പം ഞങ്ങൾക്ക് 5 ബ്രാഞ്ച് ഉണ്ട്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ഞങ്ങൾ ഈ സ്റ്റോറി പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരയുന്ന ഇമോഷണൽ അല്ല, ഒരു സുഖമാണ് മനസ്സിൽ നമ്മൾ ഈ കാര്യം ബാക്കോട്ട് ചിന്തിക്കുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്ത്, ഞാൻ ചേച്ചി, കുറേ പേരുകളൊക്കെ ഞങ്ങളിങ്ങനെ സജഷൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ ഫൈനലിലേക്ക് ലാസ്റ്റ് ഞങ്ങൾ DK ഡാൻസ് കമ്പനി, ഇതാണ് റൈറ്റ് പേര്, ഇത് ഇടാൻ നമുക്ക്, അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ്. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഈ DK ഡാൻസ് കമ്പനീൻ്റെ 10 വർഷത്തിലെ 1-ാം വർഷം മുതൽ ഞാൻ DK ഡാൻസ് കമ്പനീൻ്റെ കൂടെ തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ. കാരണം ഈ ഒന്നാമത് ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ, തെറ്റൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒറ്റ മനസ്സുള്ള ആൾക്കാരാണ്. അതിൻ്റെ മെയിൻ ഘടകവും ധനേശ്വരനാണ്. കാരണം ധനേശ്വരനെ കുറിച്ച് പറയാൻ വെച്ചാൽ ധനേശ്വരൻ്റെ അടുത്തുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റുകയാണ്. കാരണം കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ എൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തിലൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ സാറിൻ്റെ അടുത്ത് എന്താ പറയുക ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊക്കെ എനിക്ക് ഭയങ്കര റിസൾട്ട് തരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതൊരു റോൾ മോഡലാണ് ധനേശ്വരൻ. ഒരു സാറിനെ ഉപരി ഒരു സ്വന്തം ചേട്ടനെ പോലെയാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരെയും സാറ് ട്രീറ്റ് ചെയ്യുന്നത്. തെറ്റ് കണ്ടാൽ സംസാരിക്കും, അത് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ധനേശ്വരൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യവും നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചോദിക്കേണ്ട ഒരു കാര്യം വരില്ല. ധനേശ്വരൻ അതെന്താണ് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പക്ക പറഞ്ഞു നമുക്ക് അതിൻ്റെ മുകളിലെത്തിൻ്റെ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടുന്ന് വളർന്നതാണ് ഞങ്ങൾ. പിന്നെ കുറേ അനുഭവങ്ങളുണ്ട് ഇതേപോലെ. 10
10 വർഷത്തെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇനോഗ്രേഷൻ ടൈമിൽ പറ്റൂല. കാരണം അത്രയും കഥകളുണ്ട് ഞങ്ങൾക്ക്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. പൊതുവെ ഞാൻ അങ്ങനെ മൈക്കിലൊന്നും സംസാരിക്കാത്ത ഒരാളാണ്, അതിനൊപ്പമാണ്. ഇതിവിടെ എല്ലാവർക്കും ഈ ഒരു ഞങ്ങൾ അതേപോലെ പറയാൻ വിട്ടുപോയി. ഞങ്ങൾ കുറേ ദിവസത്തെ കുറേ മാസങ്ങളെ ഒരു എന്താ പറയുക ഹാർഡ് വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇതേപോലെ ഉറക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും ഞങ്ങൾ ഇത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു വിരുന്ന് നിങ്ങൾക്ക് ഒരുക്കി തന്നെ വെച്ചിട്ടുണ്ട്. എനിവേ വെൽക്കം. ഒന്നുകൂടി ഞാൻ പറയുന്നത് താങ്ക് യു സോ മച്ച്. ഇത്രയും മനോഹരമാക്കി തന്ന സരയുമോഹൻ, നമ്മുടെ സ്നേഹോപഹാരം DK ഡാൻസ് കമ്പനി 10th ആനിവേഴ്സറി മാനേജിംഗ് ഡയറക്ടർ അനഘ മാമ. അടുത്തതായിട്ട് നമ്മുടെ മഹത് വ്യക്തിത്വം അജിത് സാറ്, നമ്മുടെ DK ഡാൻസ് കമ്പനി ഗണേശ് സർ സ്നേഹോപഹാരം സമ്മാനിക്കുന്നതാണ്. താങ്ക് യു അജിത് സർ. നമ്മളോടൊപ്പം ഇങ്ങനെയുള്ള ഒത്തുചേർന്നതിന് വളരെ നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അടുത്തതായിട്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ അനഘ മാം. നെക്സ്റ്റ് കൊറിയോഗ്രാഫർ വിഷ്ണു നമ്മൾ സമ്മാനം സ്വീകരിക്കുന്നതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. താങ്ക് യു സർ മാം. താങ്ക് യു സർ. അതോടൊപ്പം തന്നെ നമുക്കറിയാം 1 year ആയിട്ട് നമ്മുടെ ഈ DK ഡാൻസ് കമ്പനിയിൽ 1 year പെർഫോം ചെയ്ത് ട്രെയിനിങ് പീരീഡുകൾ Thank you. Next, best dance performer 2024, Beauty Sweeters, Branch Kunduparamba. Beauty. Please welcome Beauty. Beauty. Yes. Best dance performer 2024, Beauty. Thank you. Next best dancer 2024, Rahul Rajesh, Branch Investigative. Congratulations, Rahul Rajesh, best dancer 2024. അടുത്തതായിട്ട് ബെസ്റ്റ് ഡാൻസർ ആയിട്ട് 2025 വേദ ഷാജി, ബാലുശ്ശേരി ബ്രാഞ്ച്. കൺഗ്രാറ്റുലേഷൻ വേദ. പ്ലീസ് വെൽക്കം. നമുക്കറിയാം വളരെ സന്തോഷമാണ് ഒരു മോഹത്തിൽ പറയുന്നത്. യെസ്. നെക്സ്റ്റ് ബെസ്റ്റ് ഡാൻസർ സരയു ടി കോട്ടൂരിനാൻ. കൺഗ്രാറ്റുലേഷൻ സരയു. വെൽക്കം ഓൺ സ്റ്റേജ്. പ്ലീസ് വെൽക്കം. താങ്ക് യു. സരയു മറ്റൊരു സരയിൽ നിന്ന് സ്വീകരിക്കുന്നതായിരിക്കും. താങ്ക് യു മാം. താങ്ക് യു സർ. നമ്മുടെ ഈ ഒരു ഉപഹാരം കുട്ടികൾക്ക് സമ്മാനിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. അശ്വതി DK, റീന, ഷീന വി, ഷീന വി, സ്മേര MP, സ്മേര MP,
സ്നേഹ, ആദിത്യ എസ് ദിനേശ്, ആദിത്യ എസ് ദിനേശ്, ആദ്യ എസ് ദിനേശ്, സോറി, ആദ്യ എസ് ദിനേശ്, ദൈവിക് ശ്രീജേഷ്, ദൈവിക് ശ്രീജേഷ്, കെയ്റ ജസീൽ, ദൈവിക് ശ്രീജേഷ്, കെയ്റ ജസീൽ, കെയ്റ ജസീൽ, കെയ്റ, അമേക് രാജേഷ്, അമേക് രാജേഷ്, ദേവിക്, അത് അമേക് രാജേഷ്, ദേവിക്, അൻവിക അവിനാഷ്, അൻവിക അവിനാഷ്, അൻവിക, ഐഷ റിഫ, ഐഷ റിഫ, ഐഷ റിഫ, ആരിക ഗോപാൽ, ഐഷ റിഫ, ആരിക ഗോപാൽ, ആരിക ഗോപാൽ, അൻവിത ശ്രീജിത്ത്, അൻവിത ശ്രീജിത്ത്, അൻവിത ശ്രീജിത്ത്, അൻവിത ശ്രീജിത്ത്, അദ്യുത് യു കെ, അദ്യുത് യു കെ, അദ്യുത്, മധുസൂദനൻ ടി, മധുസൂദനൻ ടി, സുൽമി ഹനീഷ്, സുൽമി ഹനീഷ്, സുൽമി ഹനീഷ്, സുൽമി, ദ്യുതി ശ്രീജേഷ്, ദ്യുതി ശ്രീജേഷ്, അദ്യുത് യു കെ, അദ്യുത്, അത്തൂഫ മെഹാന, നവോമി വിനോദ്, അൻവി വി തനുജ, അൻവി, ആദിഷ് പി, ആദിഷ്, ഹരിത ഇ എം, സന്ധ്യ കെ, സ്വപ്ന കെ, അനാമിക വർഗീസ്, അനാമിക, യെസ്, അമേയ ആർ നായർ, അമേയ ആർ നായർ, അമേയ, വേദിക എം, വേദിക, സാൻവിക പ്രകേഷ്, സഞ്ജന എ, സഞ്ജന, ദക്ഷിണേന്ദു മിഥുൻ,
Yakshmed, Binila MK, Binila MK. Nivedita PP, Nivedita PP. Parvati K, Parvati K. Parvati. Ritika K. Ritika. Ritika K. Devik Prakash. Devik Prakash. Nian Krishna. Nian Krishna. Nian Krishna. Adidev Surya. Adidev Surya. Adidev Surya. Yes. Vedika Sujesh. Vedika Sujesh. Sarayu P. Sarayu P. Natasha M. Natasha M. Natasha M. Devanayana S. Devanayana S. Veda Shaji. Veda Shaji. Anmitra BA. Anmitra. Ameya P. Ameya P. Mariam Mila. Mariam Mila. Mariam. Yes. Miri Jito. Dhyan Dev KJ. Dhyan Dev. Aditi Nair. Aditi Nair. Vedika S. Aditi Nair. Vedika S. Aditi Nair. Shivada MP. Shivada. Jalma Mehak. Jalma Mehak. Sorry. Jalma Mehak. Jalma Mehak. Avni Nair. Avni Nair. Avni Nair. Agriya M. Adidev DM. Vidula TV. Vidula TV. Arya Shabi. Ira. Sorry, Ira. Sorry. Ira എന്നെ കണ്ണൂരിൽ പേരിക്കുന്നു. Ira. R.J. Sravika Krishnan. R.J. Sravika Krishnan. Rishab Pralish. Rishab. Rishab Pralish. Prashant PG. Prashant. Prashant PG. Rahul Rajesh. Rahul Rajesh. Shankanath Devi. Shankanath. Shankanath. Dhyan C. Varun. Dhyan C. Varun. Advik PP. Advik. Advik. Yes. Pramosh K.
അമേയ രഞ്ജിത്ത്. അമേയ രഞ്ജിത്ത്. രഹിത് രാജ്. രഹിത് രാജ്. അനുഗ്രഹ. അനുഗ്രഹ എം. അനുഗ്രഹ എം. ആമിയ എസ് ജി. ആമിയ എസ് ജി. ആമിയ എസ് ജി. ആമിയ. അൻവിക എം വി. അവനിക എം വി. ജിൽസ അമേഷ്. ജിൽഷ അമേഷ്. പ്രസി കെ പി. പ്രസി കെ പി. തന്മയ കെ. തന്മയ കെ. അലൈന അഗി. അലൈന അഗി. നിയാദ വി. നിയാദ. നിയാദ. ജൂഹിക. 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 ധന്വിൻ. ധന്വിൻ എം കെ. ധന്വിൻ. താങ്ക് യു സർ. താങ്ക് യു. നമസ്കാരം. ഡി കെ ഡാൻസ് കമ്പനിയുടെ 10th ആനിവേഴ്സറിയിൽ നന്ദി അർപ്പിക്കാനുള്ളൊരു അർത്ഥമാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ എനിക്കൊരു അവസരം തന്നതിന് ഡി കെ ഡാൻസ് കമ്പനിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം അറിയിക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ സരയു മേഡത്തിനും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമായി മാറ്റുന്നത് ഞാൻ മേഡത്തിനോടും എൻ്റെ പേരിലും ഡി കെ ഡാൻസ് കമ്പനിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ മേഡം പറഞ്ഞ പോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളത് ആലോചിച്ചത്. പക്ഷേ നമ്മളെക്കാളും അവർ വളരെ സാറായാലും മേഡായാലും നമ്മളോട് കൂടെ എന്താ പറയുക നമ്മളുടെ ഒരാളായിട്ട് നമുക്ക് കൂടെ അതിന് മുതൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മേഡത്തിന് എൻ്റെ പേരിലും ഡി കെ ഡാൻസ് കമ്പനിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വേണമെങ്കിൽ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. സത്യം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സാറിന് പറഞ്ഞു ട്രാൻസ്ഫറും കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു. അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഡി കെ ഡാൻസ് കമ്പനിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. പിന്നീട് നമുക്കിവിടെ ഈ ഒരു വേദി അവധി ഒരുക്കി തന്ന നളന്ദ ഓഡിറ്റോറിയം ഭാരവാഹികൾക്ക് എൻ്റെ പേരിലും ഡി കെ ഡാൻസ് കമ്പനിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ശബ്ദവും വെളിച്ചവും നൽകിയ സി കെ പ്രോ ഓഡിയോ ആൻഡ് ലൈറ്റ് ടീമിനും നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വേദി ഭംഗിയാക്കി തന്ന LED വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തു തന്ന സി മീഡിയ ടീമിനും എൻ്റെ പേരിലും ഡി കെ ഡാൻസ് കമ്പനിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ ഒരു പരിപാടി ഇത്രയും അടിപൊളിയായിട്ട് പോകുന്നത് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്ന നമ്മളെ പേരൻസ്, അതിപ്പോൾ ഇവിടുത്തെ ഓഡിയൻസ് നമ്മളെ എന്താ പറയുക നമ്മളെ കൂടെ അത്രയും എന്താ പറയുക എന്ത് കാര്യത്തിനും ഓക്കെ അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അവിടെ ക്ലിയർ ആക്കി തരുന്ന ഒരു പാരൻസ് ടീമുണ്ട് ഇതിൻ്റെ പിന്നിൽ. പിന്നെ നമ്മളെ കൂടെ എന്താ പറയുക എല്ലാത്തിനും നിന്ന് നമ്മളെ സഹപ്രവർത്തകർ എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും എൻ്റെ പേരിലും ഡി കെ ഡാൻസ് കമ്പനിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും.